ഹായ്, രാവിലെ കുറച്ച് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. പുട്ടിനുള്ളതെല്ലാം മാറ്റി അടുപ്പിലോട്ട് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി കേട്ടോ. രാവിലെ പുട്ടിനൂടി കഴിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കുറച്ചിങ്ങനെ വൃത്തിയാക്കി എടുത്ത് ചിക്കൻ എണ്ണയില്ലാണ്ട് എങ്ങനെ പൊരിച്ചെടുക്കാം എന്നാണ് ഞാൻ നോക്കിയത് കേട്ടോ. യൂട്യൂബിൽ കണ്ടതാണേ. അപ്പോൾ നോക്കിയപ്പോൾ ഒരു വാഴക്കൊല ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നു വാഴയിൽ. അത് പിന്നെ മാറ്റി ഞങ്ങളുടെ വീട്ടിനകത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് കേട്ടോ. ഞാൻ പണ്ടുള്ളവരൊക്കെ കെട്ടിത്തൂക്കിയിട്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഇങ്ങനെ അരപ്പ് വരട്ടാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് അരപ്പാക്കിയിട്ട് കുക്കറിനകത്തിട്ട് വെള്ളം പോലും ഒഴിക്കാണ്ട് ഞാനതൊരു 3 ഫിസിൽ ഏൽപ്പിച്ചെടുത്ത് കേട്ടോ. എൻ്റെ പൊന്നെ, അത് അപ്പോഴും ഫിസിൽ കേട്ട് കഴിഞ്ഞ് അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കണം കേട്ടോ. അങ്ങനെ കുക്കർ തുറക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം നിൽക്കും. അത് നമ്മുടെ ചിക്കനിൽ തന്നെ ഇറങ്ങുന്ന വെള്ളം. ആ വെള്ളത്തോടു കൂടി നമ്മൾ പാനിലിട്ട് ഇങ്ങനെ ഇളക്കി കുറുക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് വേണമെന്നവർക്ക് മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങനെ ഇളക്കിയെടുക്കാം. നല്ല അടിപൊളി സാധനം കിട്ടും കേട്ടോ. നല്ല വരട്ടിയെടുത്ത ചിക്കൻ എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ. എനിക്കറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കുറുകി കിട്ടും കേട്ടോ. എന്നിട്ട് അതേ പാനിൽ തന്നെ ഞാൻ നമ്മുടെ കോവയ്ക്ക അരിഞ്ഞ് വെച്ചിരുന്നു. എനിക്ക് പുട്ടിനൂടെ കോവയ്ക്ക അരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേ കോവയ്ക്ക ഞാൻ അതേ പാനിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് അവസാനം ഇങ്ങനെ കോവയ്ക്ക ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ട് കുറച്ചിങ്ങനെ നന്നായിട്ട് വരും കേട്ടോ. വേണമെന്നവർക്ക് കുറച്ച് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.